എനിക്കൊരു കുഴപ്പവുമില്ല, കുഴപ്പം മുഴുവൻ മറ്റുള്ളവർക്കാണെന്നാണ് നമ്മുടെയൊക്കെ ഒരു ധാരണയും തോന്നലും. അത് വ്യക്തമാക്കുന്ന ഒരു സംഭവം പറയാം. ഒരാൾക്കൊരു സംശയം, ഈയിടെയായി തൻ്റെ ഭാര്യയ്ക്ക് കേൾവിശക്തി കുറഞ്ഞു വരുന്നു. അത് അവളോട് പറയാനുള്ള ധൈര്യം അയാൾക്കില്ല. നിനക്ക് കേൾവിശക്തി കുറഞ്ഞെന്ന് പറഞ്ഞാൽ ഇനി അത് മതി പഴക്കിന്. അതുകൊണ്ട് അയാൾ തൻ്റെ കുടുംബ ഡോക്ടറെ സമീപിച്ച് പറഞ്ഞു, എൻ്റെ ഭാര്യയ്ക്ക് ഈയിടെയായിട്ട് കേൾവിശക്തി കുറഞ്ഞു വരുന്നു, അതിനെന്തെങ്കിലും മരുന്നുണ്ടോ? ബുദ്ധിമാനായ ഡോക്ടർ പറഞ്ഞു, മരുന്ന് നിശ്ചയിക്കുന്നതിന് മുമ്പ് എത്രമാത്രം കേൾവിശക്തിയാണ് അവർക്കുള്ളതെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അതിന് നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ. ഇന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു 20 അടി ദൂരത്ത് നിന്നും, ഒരു 10 അടി ദൂരത്ത് നിന്നും, ഒരു 5 അടി ദൂരത്ത് നിന്നും ഒക്കെ നിങ്ങൾ പറഞ്ഞു നോക്കൂ. എപ്പോഴാണ് ഭാര്യയ്ക്ക് കൃത്യമായിട്ട് ഇത് കേൾക്കാനാവുന്നതെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ നമുക്ക് ചികിത്സ ആരംഭിക്കാം. സന്തോഷവാനായി അയാൾ വീട്ടിലെത്തി. ഒരു 20 അടി ദൂരത്ത് നിന്ന് ഭാര്യയോട് വിളിച്ചു ചോദിച്ചു, ഇന്ന് എന്താണ് ഊണിന് സ്പെഷ്യൽ? ഒന്നും മിണ്ടിയില്ല. വീണ്ടും അയാൾ ഒരു 10 അടി അടുത്ത് ചെന്ന് അവളോട് ചോദിച്ചു, ഇന്ന് എന്താണ് ഊണിന് സ്പെഷ്യൽ? അപ്പോഴും മറുപടിയില്ല. അയാൾ വീണ്ടും 5 അടി അടുത്ത് ചെന്ന് ചോദിച്ചു, ഇന്ന് എന്താണ് ഊണിന് സ്പെഷ്യൽ? അപ്പോഴും മറുപടിയില്ല. അയാൾ തൊട്ടരികെ ചെന്ന് ഭാര്യയുടെ പുറകിൽ നിന്ന് അവളെ തോളിൽ തട്ടിയിട്ട് ചോദിച്ചു, പ്രിയേ, ഇന്ന് എന്താണ് ഊണിന് സ്പെഷ്യൽ? ദേഷ്യമെന്ന ഭാര്യ പറഞ്ഞു, നിങ്ങളോട് ഞാൻ 4 പ്രാവശ്യം പറഞ്ഞു ചിക്കനാണ് ഉച്ചയ്ക്ക് സ്പെഷ്യൽ എന്ന്. പ്രിയപ്പെട്ടവരെ, കേൾവിശക്തി ആർക്കായിരുന്നു കുറവ്? ഭർത്താവിനായിരുന്നു. തൻ്റെ കുഴപ്പം ഭാര്യയിലാണ് അയാൾ ആരോപിച്ചത്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുഴപ്പങ്ങൾ മറ്റുള്ളവരിൽ ആരോപിക്കാൻ നാം ശ്രമിക്കാറില്ലേ? ആർക്കാണ് കുഴപ്പമെന്ന് കണ്ടെത്താൻ നമുക്ക് കഴിയണം. നമ്മുടെ പ്രശ്നങ്ങളെ, നമ്മുടെ പോരായ്മകളെ, നമ്മുടെ ഇല്ലായ്മകളെ, നമ്മുടെ അസൂയകളെ മറ്റുള്ളവരുടെ മേൽ ചാരി അവരെ കുറ്റക്കാരാക്കുക നമുക്ക് എളുപ്പമാണ്. ഞാനാണ് കുഴപ്പക്കാരൻ, എൻ്റെ കയ്യിലാണ് പ്രശ്നം, എൻ്റെ കണ്ണിലെ തടി മാറ്റാനുള്ള ഒരു പരിശ്രമമാണ് ഞാൻ ആദ്യം നടത്തേണ്ടത്.